ഹായ് ഫ്രാൻസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടികർ ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന നടികർ, ടോവിനോ തോമസിന്റെ നടികർ. യെസ്, നടികർ പേര് പോലെ തന്നെ ആളൊരു നടനാണ്. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മൂവി ടീസർ കണ്ടിരിക്കുകയാണ് നമ്മൾ. പൂരി ടീസർ. തല്ലുമാലയ്ക്ക് ശേഷം കളർഫുൾ പാറ്റേൺ എടുത്തൊരു പടം. ലുക്ക്, ആളെ ബോഡി കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. പിന്നെ ഡിഫറെന്റ് ആളെ ആക്ടറാണ്, പല പല ലുക്കിൽ വരും. അപ്പൊ അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഒരു സിനിമയ്ക്കുള്ള സിനിമയാണ്. അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഡേവിഡ് പടിക്കൽ എന്നൊരു സൂപ്പർ സ്റ്റാറിന്റെ ലൈഫിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പടത്തിൽ കാണിക്കുന്നതെന്ന് തോന്നിപ്പോയി. ഇത് നല്ല ക്രൂ ഉണ്ട്. ഇതില് സൗബിൻ ത്രൂ ഔട്ട് ഉണ്ട്. ആൾ അസിസ്റ്റന്റ് ആയിട്ട് ബാലു വർഗീസ് കൂടെ പിടിച്ചെടുക്കുന്നുണ്ട്. ഷൈൻ ഡാൻജാക്കോ, ഭാവന, മാല പാർവതി, ഗണപതി, അങ്ങനെ ഒരു നീണ്ട താരതര തന്നെ ഉണ്ട്. പിന്നെ മ്യൂസിക്, ക്യാമറ, കൊറിയോഗ്രാഫി വിത്ത് കിടു ടീമാണ്. യൂത്തോറിന്റെ ടീമാണ്. ഇപ്പൊ അവിടെ ഒരു കളർഫുൾ സാധനമാണ്, യാതൊരു സംശയമില്ല. തിയേറ്ററിൽ ഭയങ്കര ഓളം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പടം തന്നെയാണ്. അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. പടത്തിൽ ആളിച്ചുള്ള വേറെ ലുക്ക് തന്നെ പിടിച്ചില്ല. അത്യാവശ്യം കോമഡി എല്ലാ കാര്യം കൈകാര്യം ചെയ്യുന്നത് പടത്തിൽ. ഈ ടീസറിൽ നമുക്ക് കാണാൻ പറ്റും. ആള് പട്ടാളക്കാരനായിട്ട്, പോലീസുകാരനായിട്ട്, കൃഷിക്കാരനായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു സിനിമയ്ക്കുള്ള സിനിമയാണ്. അവളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു 3-4 സൂപ്പർ ഹിറ്റൊക്കെ അടിച്ചിട്ട് പിന്നെ ലൈഫ് എന്താ പറയുക, അമിത കോൺഫിഡൻസോ അല്ലെങ്കിൽ അഹങ്കാരക്കാരനാണ് ലൈഫ്. എന്താ പറയുക, ഫിലിം ഇൻഡസ്ട്രി കുറച്ച് പ്രോബ്ലംസ്, സ്ട്രഗിളിങ് സ്റ്റേജിലെത്തുന്ന ഒരു അവസ്ഥയാന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് പടത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഭാവന അടിക്കുന്ന ഒരു ഡയലോഗൊക്കെ ഉണ്ട്, കറം എന്നൊരു സാധനമൊക്കെ ഉണ്ടെന്ന്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആള് ഇത്തരം ചെയ്തിട്ടായിരിക്കണം അങ്ങനെ പറയാൻ കാരണം റീസൺ ഉണ്ടാവല്ലോ. അപ്പൊ അങ്ങനെ സംഭവം. രഞ്ജിത്തിനെ കാണിക്കുന്നുണ്ട്, താൻ ആരാ പിടിക്കുന്നത്, അപ്പൊ ഫീലെവിടെ കാണിക്കുന്ന ഒരു ഡയലോഗൊക്കെ ഓർമ്മ വരുന്നു. പിന്നെ ഫിലിം സംബന്ധമായിട്ടുള്ള പടമാണ്. അപ്പൊ കോളേജ് പ്രൊമോഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് പ്രൊമോഷൻ സീനുകൾ കാണുന്നുണ്ട്. കമന്റ്സ് വരുമ്പോൾ പ്രതികരിക്കുന്ന രീതിയൊക്കെ അതൊക്കെ ആദ്യ രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആളായത്തിന് 3 പടം വമ്പ ഹിറ്റ് നടന്നു. പിന്നെ ഫ്ലോപ്പിലേക്ക് പോയിട്ടുള്ള സംഭവമൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ ഒരു ഡയലോഗ് പറഞ്ഞ ലാലേട്ട് വിരല് കൊണ്ട് അഭിനയിക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും റോള് നമുക്കൊന്ന് പിടിച്ചാലെന്നൊക്കെ പറയുമ്പോൾ സൗബിനും പിന്നെ വേറെ കൂടെയുള്ള 2 പേര് പൊട്ടിച്ചിരിക്കുന്ന ഒരു സീനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി തോന്നി. എന്തായാലും ഇതൊരു ടോവിനോ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിലിം ഫീൽഡിലാണ് പട്ടാളക്കാരന്റെ റോള്, പോലീസുകാരന്റെ റോള്, കൃഷിക്കാരന്റെ റോളൊക്കെ ആയിട്ട് കുറെ റോളുകളാണ് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കുന്നുണ്ട് ചെറിയ ചെറിയ സീനുകളൊക്കെ ആയിട്ട്. അപ്പൊ ഇത് സിനിമയ്ക്കുള്ളൊരു സിനിമയാണ്. അത് അത്യാവശ്യം നല്ല എന്റർടൈൻമെന്റ് ഉള്ള മൂവി ആയിരിക്കും. നമ്മൾ 2 മണിക്കൂർ 25 മിനിറ്റ് നേരം തകർത്ത് കാണാൻ പറ്റിയ സാധനമായിരിക്കും. പിന്നെ ലാൽ ജൂനിയർ ആണ്, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കറിയാം. ഹനീബി ആയാലും നമുക്ക് കണ്ടുള്ളതാണ്, ആളെ കഴിവ് കണ്ടുള്ളതാണ് നമ്മൾ. അപ്പൊ യൂത്ത് ഓറിയന്റഡ് ആയിട്ട് ടീമിനെ കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെ പ്രേക്ഷകരെ പിടിച്ചിരുത്താം, ഒരു ടോവിനോ നടനെ എങ്ങനെ ഉപയോഗിക്കാം, അതൊക്കെ ആൾക്ക് നന്നായിട്ട് അറിയാം. പടം എഴുതി വെച്ച മക്കളെ 2024 വീഡിയോ ചെയ്തിരുന്നു 100 കോടി പിറക്കാൻ പോകുന്ന പടങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അവി കെയർടേക്കർ എന്നുള്ള പടം ഞാൻ കണ്ടിരുന്നു. എന്റെ ഒപ്പീനിയൻ ഷെയർ നല്ല രീതിയിൽ കുഴപ്പമില്ലാത്തൊരു അഭിപ്രായത്തിന് മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്ത് കണ്ട, അതുകൊണ്ട് ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് മെയ് 3 നടികർ വരുന്നു, മലയാളി ഫ്രം ഇന്ത്യ. ഗുരുവായൂർ അമ്പലനടയിൽ അങ്ങനെ പടങ്ങൾ വരികയാണ്. മെയ് മാസത്തിൽ 100 കോടി വിരിയും നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അപ്പൊ എല്ലാ പടത്തിനും എല്ലാവിധ ആശംസകളും. നമ്മള് ടോവിനോ ചായന്റെ പടത്തിന് വേണ്ടി കാത്തിരിക്കുക. ടോവിനോ ചായ എന്ന് പറഞ്ഞ ഒരു വികാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളിക്ക്. നമ്മൾ പല സൂപ്പർ സ്റ്റാറുകളെ പടം വെയിറ്റ് ചെയ്യുന്ന പോലെ വെയിറ്റ് ചെയ്യുന്നൊരു നടനായി ടോവിനോ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഓൾ ദി ബെസ്റ്റ്, വെയിറ്റ് ചെയ്യാം. പിന്നെ ഭാവനേനെ കാലങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ കാണുന്ന ഒരു ഇതുണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ട നടിയായിരുന്നു. അപ്പൊ ഇതെന്തായാലും 100% എഴുതി വെച്ചോ, ഇതൊരു സൂപ്പർ ഹിറ്റ് ആയിരിക്കട്ടെ. നമ്മൾ പറഞ്ഞ തെറ്റാറില്ലെന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ. ബൈ. മുകേഷ്.